8ൻ്റെ പണിയല്ല, ഒരു 18ൻ്റെ പണി കിട്ടിയെന്ന് പറഞ്ഞാലും മതിയാവാത്ത ഒരു വിശേഷമാണ് നമുക്ക് ഈ കേക്കിന് പറയാനുള്ളത് കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ വൈകിട്ട് ഒരു 3:30 ഒക്കെ ആയപ്പോഴാണ് എനിക്ക് വിളിച്ച് പറയുന്നത് ഒരു 2 kg വാഞ്ചോ കേക്ക് വേണമെന്ന്. അപ്പം പെട്ടെന്നുള്ള ഓർഡർ ആകുമ്പോൾ തന്നെ ഭയങ്കര ടെൻഷനാണ്. ഞാൻ എപ്പോഴും വിചാരിക്കും ഇത്രയും ടെൻഷൻ ചെന്നിട്ടാണ് ഈ കേക്ക് വെച്ചിരുന്നത് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നത്. പക്ഷേ എത്രയായാലും അത് കൊടുത്ത് കഴിയണവരെ ഭയങ്കര ടെൻഷനായിരിക്കും. തലേ ദിവസം പറഞ്ഞതൊക്കെ ആണെങ്കിൽ നമുക്ക് സാവധാനം ടൈം എടുത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം ഫൈനൽ കോട്ട് ഫിനിഷിങ് വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ എൻ്റെ ക്യൂരിയോസിറ്റി കൊണ്ട് കസ്റ്റമർ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ എഴുതാനുള്ളത് കുറച്ച് കഴിഞ്ഞിട്ട് വിട്ട് തരാമെന്നുള്ളത്. പക്ഷേ ഞാൻ അതിന് മുമ്പേ ഫുള്ള് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് ഫൈനൽ കോട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാമല്ലോ, അത്രയും കൂളിങ് കിട്ടുമല്ലോ വിചാരിച്ചിട്ട് നേരത്തെ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചു. എല്ലാ ഡെക്കറേഷനും കഴിഞ്ഞതിന് ശേഷമാണ് കസ്റ്റമർ ഫോട്ടോ വിട്ട് തരുന്നത്. അവർക്ക് ജസ്റ്റ് ഒരു ഗ്രീൻ കളറിൽ എന്തെങ്കിലും ഒരു ഡിസൈൻ മതി എന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ ഡിസൈൻ വിട്ട് തന്നു കേട്ടോ. എൻ്റെ അത്രയും നേരത്തെ എഫേർട്ടും കാര്യങ്ങളൊക്കെ വേസ്റ്റായി പോയി. കാരണം ഒരുപാട് ടൈം കേക്ക് വെക്കാൻ കിട്ടില്ല, വൈകുന്നേരത്തേക്ക് വേണമെന്നും പറഞ്ഞപ്പോൾ അത്രയും കൂളിങ് കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ടാണ് അത് പെട്ടെന്ന് സെറ്റാക്കാൻ നോക്കിയത് കേട്ടോ. അത് എൻ്റെ അടുത്ത് വന്ന മിസ്റ്റേക്കാണ്, അതുപോലെ പിന്നെ വേറെ ആരും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത് ചെയർമാൻ്റെ വീട്ടിലേക്കുള്ള കേക്കായിരുന്നു. വിജയാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഇലക്ഷനിൽ വിജയിച്ചതിൻ്റെ സെലിബ്രേഷന് വേണ്ടി വീട്ടിലേക്ക് പറഞ്ഞ കേക്കായിരുന്നു കേട്ടോ.